പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ all-in-one ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L605 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L605 പ്രിൻ്റർ ഡ്രൈവറിന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ആ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യരുത്. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ചെയ്ത് അവസാന ഭാഗത്തെത്തുമ്പോൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വിൻഡോസിൻ്റെ ഏത് വെർഷനാണ് വിൻഡോസ് വരുന്നത് എന്നുള്ളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നോർമൽ എല്ലാ ഇപ്പോഴത്തെ പുതിയ PC-യിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും അത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ആൾറെഡി ബ്രാക്കറ്റിൽ വിൻഡോസ് 10 64-bit എന്ന ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ വിൻഡോസിൻ്റെ മാക്കിൻ്റെ വെർഷൻസുകൾ കാണാൻ സാധിക്കും. അതിലേതാണ് നിങ്ങളെ വെർഷൻ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഗോ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് ആയി കഴിഞ്ഞാൽ താഴെ കാണുന്ന ഈ ഡ്രൈവേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിലുണ്ടാവും പ്രിൻ്റഡ് ഡ്രൈവർ ഫോർ വിൻഡോസ് 64-bit എന്നുള്ളത് ഈ സെൻറ്ററിൽ കാണിക്കുന്നില്ലേ, അത് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ ജസ്റ്റ് ആ ഡൗൺലോഡ് ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സെറ്റപ്പിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇത് ഇൻസ്റ്റാളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ഏകദേശം കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ USB കണക്ഷൻ വഴിയുള്ളതാണ് പറയുന്നത്. അപ്പോൾ USB കേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിലേക്കും ഉപയോഗിക്കാവുന്നതാണ്. USB സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമ്മോട് കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ ലോഡിങ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലത്തെ മെസ്സേജ് വരുന്നതാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പ്രിൻ്റർ നിങ്ങൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ജസ്റ്റ് കൺട്രോൾ പാനലിൽ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെയൊന്നും ലിസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ആ പ്രിൻ്ററിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്സൺ L605 പറഞ്ഞ നല്ല കളറായിട്ട് ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആയിട്ട് പ്രിൻ്റർ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡയലോഗ് ബോക്സ് ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് പോകുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.